സഭയ്ക്ക് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു. നിങ്ങൾക്കറിയാവോ ഓണത്തിന്റെ ഐതിഹ്യം എന്താണെന്ന്? പണ്ട് കേരളത്തിൽ ദാലശീലനും മഹാത്യാഗിയുമായ ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു. മഹാബലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കള്ളവും ചതിയും ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടിയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ദേവന്മാർക്ക് അസൂയയായി. ഒരിക്കൽ മഹാവിഷ്ണു വാമന്റെ രൂപമെടുത്ത് മഹാബലിയെ കാണാനെത്തി. വെളുത്ത പൊക്കം കുറഞ്ഞ ബ്രാഹ്മനായിട്ടാണ് വിഷ്ണു എത്തിയത്. വാമനനായ മഹാവിഷ്ണു മഹാബലിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അങ്ങാരാണ്? മഹാബലി ചോദിച്ചു. വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണനാണ് ഞാൻ. അങ്ങയുടെ ഒരു സങ്കടം ഉണർത്തിക്കാൻ വന്നതാണ്. എന്താണ് സങ്കടം? പറഞ്ഞോളൂ. കിടക്കാനിടമോ കഴിക്കാൻ ആഹാരമോ എനിക്കില്ല. എനിക്ക് പൂജ നടത്താൻ 3 അടി അങ്ങ് തരണം. മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനോട് പറഞ്ഞു. പെട്ടെന്ന് വാമനൻ വലുതായി. 1 അടിക്ക് ഭൂമിയും 2ാമത്തെ അടിക്ക് ആകാശവും വാമനൻ അളന്നെടുത്തു. ചതി മനസ്സിലാക്കിയ മഹാബലി 3ാമത്തെ അടിക്കായി തന്റെ ശിരസ്സു കാണിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വെച്ച് പാതാളത്തിലേക്ക് തള്ളും മുമ്പേ മഹാബലി പറഞ്ഞു, വർഷത്തിൽ ഒരിക്കൽ കൂടി തന്റെ പ്രജകളെ കാണാൻ അനുവദിക്കുമോ? വാമനൻ അത് സമ്മതിച്ചു. മഹാബലി തന്റെ ഇഷ്ടപ്രജകളെ കാണാൻ വരുന്നതാണ് തിരുവോണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണത്തിന്റെ ആശംസകൾ നേരുന്ന ഹാപ്പി ഓണം.